പണ്ടൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ KP ഉമ്മർ ജയഭാരതിയെ കരപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രേംനസീർ വരും. പ്രേംനസീർ എടുത്തിട്ട് ഇടിക്കും. ജയഭാരതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു, എല്ലാവരും പ്രശംസിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ച മലയാള സിനിമയിൽ നമ്മൾ കണ്ടു. പ്രേംനസീറിൻ്റെ സിനിമകളുടെ ഇന്നും ചില നിഴലാട്ടങ്ങൾ പുതിയ സിനിമകളും കാണാം. അതേപോലെ സംഭവമാണ് പത്തനംതിട്ടയിൽ നടന്നത്. പ്രണയിനിയുടെ വീട്ടുകാരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണം എന്ന് കാമുകിന് തോന്നി. കാമുകിന് ഒരു സുഹൃത്തിനെ സംഘടിപ്പിച്ചു. അപ്പോൾ സുഹൃത്തിൻ്റെ വണ്ടി കാമുകി ഇടിക്കുന്നു. കാമുകൻ രംഗപ്രവേശം ചെയ്യുന്നു, കാമുകിയെ രക്ഷപ്പെടുത്തുന്നു. എന്നാ സുഖമുള്ള വാർത്തയാണ്. പക്ഷേ അവസാനം പോലീസ് ഈ ഇടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടി കാറിൻ്റെ പിന്നാലെ പാഞ്ഞു. രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ പേരൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ ചെയ്ത കാര്യം ഇപ്പോൾ പോലീസിനെ ഇമ്പ്രസ് ചെയ്ത് പോലീസിൻ്റെ ഉള്ളിലായി, ജയിലിലായി. രഞ്ജിത്ത്, അജാസ് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഡിസംബർ 21-നാണ് ഈ അപകട നാടകം, വേറെ പറഞ്ഞാൽ ഈ കപട നാടകം അരങ്ങേറിയത്. പത്തനംതിട്ടയിൽ നിന്ന് ഈ കപട നാടകത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അനാവരണം ചെയ്യാൻ ഷിജോ കുര്യൻ തത്സമയം ചേരുന്നു. പറയൂ ഷിജു, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടോ ഷിജു? SKN ഗുഡ് മോർണിംഗ്. ഇതിനകത്ത് ആദ്യം പറയേണ്ട ഒരു കമൻറ്റ്, 2025 ഏറ്റവും വലിയ മണ്ടന്മാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അജാസിൻ്റെ സുഹൃത്ത് രഞ്ജിത്തുമാണെന്ന് പറയേണ്ടി വരും എന്നുള്ള ട്രോളുകൾ ഇതിനോടകം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ട്രോളാണെങ്കിലും അതിനകത്ത് ചില നർമ്മമൊക്കെ ഉണ്ടെങ്കിലും അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഡിസംബർ മാസം 23-ാം തീയതി വൈകിട്ട് 5:30 കോന്നി സ്വദേശിയായിട്ടുള്ള യുവതി അടൂരിലെ ഒരു കോച്ചിങ് സെൻറ്ററിൽ നിന്ന് പോയി അവിടുന്ന് വീട്ടിലേക്ക് സ്കൂട്ടറിൽ വന്നത്. അപ്പോൾ സ്കൂട്ടറിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ സുഹൃത്തും അജാസും ഈ പറയുന്ന രഞ്ജിത്തും, അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാമുകന് ഈ പെൺകുട്ടിയും ഈ സുഹൃത്തും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ കാമുകൻ തൻ്റെ സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അപകട നാടകമാണ് സൃഷ്ടിച്ചത്. നമുക്കതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ കാണാം. ഈ പെൺകുട്ടി ബൈക്കിൽ പോകുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സുഹൃത്ത്, കാമുകൻ്റെ മറ്റൊരു സുഹൃത്ത് ഈ പെൺകുട്ടിക്ക് പിന്നാലെ ബൈക്കിൽ പോകുന്ന പെൺകുട്ടിക്ക് തൊട്ട് പിന്നാലെ കാറിൽ പോകുന്നു. ഈ കാറിൽ പോയതിന് പിന്നാലെ ഈ ഭാഗത്ത് വെച്ച് നമ്മൾ CCTV ദൃശ്യങ്ങൾ കാണാം. ഞാൻ നിൽക്കുന്നത് ഈ അപകടമുണ്ടാക്കിയ സ്ഥലത്താണ്. ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഈ പെൺകുട്ടി ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ തൊട്ട് പിന്നാലെ കാറിൽ വന്ന് ആ പെൺകുട്ടിയെ ഇടിച്ചിരുന്നു. അതിനുശേഷം വാഹനം നിർത്താതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ വന്ന ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് രഞ്ജിത്ത് രാജൻ തൊട്ട് പിന്നാലെ വരികയും ഈ പെൺകുട്ടിയെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അപകട നാടകം, അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നു. അതായത് താൻ പെൺകുട്ടിയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് കൂടി നാട്ടുകാരെ എല്ലാം കബളിപ്പിച്ച് ഈ പെൺകുട്ടിയെ തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനു പിന്നാലെ പോലീസ് ഈ സംഭവം അന്വേഷിക്കുന്നു. പോലീസ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഒരു അപകടം നടന്നിട്ടുണ്ട്, ആ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SIമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ അന്വേഷണം നടക്കുകയായിരുന്നു. സമീപത്തെ CCTV അടക്കം ശേഖരിച്ചു. അപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള നാട്ടുകാർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ അപകടം നടന്ന തൊട്ട് പിന്നാലെ എങ്ങനെ ഈ പെൺകുട്ടി ഭർത്താവ് എന്ന് പറഞ്ഞയാൾ ഇവിടേക്ക് വന്നു? നമുക്ക് ഒരു ചേച്ചിയുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. ഈ അപകടം നടന്ന സ്ഥലത്ത്, ഈ അപകടം നടന്ന അതേ സംഭവത്ത് തന്നെ ഇത് നടന്നപ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നിയതാണ് ആ ചേച്ചിക്ക്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഒരു പ്രതികരണം തേടാം. ചേച്ചിയെ, ഈ അപകടം നടന്ന കണ്ടായിരുന്നോ? ഞാനിവിടെ മറ്റേ ശബ്ദം കേട്ടോണ്ടാ ഇങ്ങോട്ട് ഇറങ്ങിയത്. ശബ്ദം കേട്ടോ അപ്പോഴത്തെ ആൾക്കാർ ഓടിക്കൂടി. എല്ലാവരും കണ്ടതുപോലെ ഞാനും കണ്ടുള്ളൂ. എന്തായിരുന്നു, ഈ പെൺകുട്ടി വീണ് കിടക്കുന്നു, ഒരാൾ ഇടിച്ചിട്ട് പോകുന്നു, തൊട്ട് പിന്നാലെ ഒരാൾ വരുന്നു, അങ്ങനെയാണോ? പുറത്തോട്ട് പറയാ വന്ന വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി, അത്രേ ഉള്ളൂ. അപകട നാടകമാണെന്ന് ഇപ്പൊ പോലീസ് പറയുന്നത്. അതായിരിക്കാം, ഞങ്ങൾക്കും അറിയത്തില്ല. തൊട്ട് ഭർത്താവെന്നും പറഞ്ഞ് പുള്ളി പറയാ വന്നു, ഞങ്ങൾക്കറിയില്ല ഭർത്താവാണോ അല്ലയോ. സീനായിരുന്നു ഇവിടെ. ഭർത്താവാണ്, രക്ഷപ്പെടുത്തുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പറയുന്നത്. അങ്ങനെ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നടക്കുന്നതാണോ കണ്ടോണ്ട് ഇറങ്ങി നോക്കി, അത്രേ ഉള്ളൂ. നാട്ടിൽ നടക്കുന്നതാണോ? അതറിയാൻ വയ്യ. ശരി വരുന്നുണ്ടല്ലേ? അപ്പോൾ അത്തരത്തിൽ SKN ഇപ്പോൾ കൗതുകവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ആ അപകടത്തിന്റെ വ്യാപ്തി അല്പം ഒന്ന് കൂടിയിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവന് തന്നെ അപായപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. എന്തായാലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു നായകനായിട്ട് വേഷമിട്ടതാണ്, പ്രതിനായകനായി പോയി. എന്തായാലും പ്രതിനായകൻ രഞ്ജിത്തും സുഹൃത്ത് അജാസും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഡിസംബർ 23-ന് വൈകിട്ട് 5:30 അടൂരിൽ നിന്ന് കോച്ചിങ് സെന്ററിൽ നിന്ന് വീട്ടിലേക്ക് പോയ യുവതിയാണ് കാറിലെത്തി. ഓക്കെ ഷിജോ കുര്യൻ, താങ്ക് യു. ആ ചേച്ചി ചിരിച്ചത് കണ്ടില്ലേ? നമ്മളായാലും ചിരിച്ചു പോകും. കോന്നിക്കാരായ ഇവർ രണ്ടുപേരും, രഞ്ജിത്തും അജാസും. പക്ഷേ ഒരു കാര്യം മാത്രം ഇവരെ സുഹൃത്തിനെ മിസ് ചെയ്തു. കാര്യം കാമുകി കൊണ്ട് വണ്ടി കാറ് കൊണ്ടിടിച്ച അയാൾക്ക് കാറിൻ്റെ മുന്നിലേക്ക് ചാടി വീണ് നമ്മുടെ MG രാമചന്ദ്രൻ്റെ പഴയ മോഡലിൽ ഒന്ന് ഇടിച്ച് തകർത്ത് വണ്ടിക്ക് അകത്തേക്ക് വലിഞ്ഞു കയറി. അതൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. എന്തായാലും കോന്നിക്കാർ രണ്ടുപേരും ഇപ്പോൾ അറസ്റ്റിലായി. വലിയ മണ്ടത്തരമായി പോയി. പേരൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ നിന്ന് ഇനി ആരുടെയെങ്കിലും ജാമ്യത്തിൽ വേണം ഇറങ്ങാൻ. ഇനി പെൺകുട്ടിയുടെ വീട്ടുകാർ വന്ന് ഇറക്കുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇത്തരം കപട നാടകങ്ങൾ അരങ്ങേറാതിരിക്കാൻ പരമാവധി
നമ്മുടെ നാട്ടിലുള്ള കാമുകന്മാർ ശ്രദ്ധിക്കട്ടെ എന്ന് മാത്രം പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.